ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഫ്രീ ഫയറിൽ പുതിയ ഈവൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 18 ഏജിൻ്റെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് വരാൻ പോണത് 18 ഏജിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോണത്. ഗവൺമെൻറ്റിൻ്റെ റൂൾസും കാര്യങ്ങളാണ് വരാൻ പോണത്. 18 ഏജിന് താഴെയുള്ളവർക്കും കളിക്കാൻ പറ്റും. ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. 4 മണിക്കൂറിന് മേലെ കളിക്കാൻ പറ്റത്തില്ല. 18 ഏജിന് താഴെയുള്ളവർക്ക് നമ്പർ കൊടുക്കേണ്ടി വരും, വീട്ടുകാരുടെ നമ്പർ കൊടുക്കേണ്ടി വരും, പിന്നെ OTPയും കാര്യങ്ങളും കൊടുത്തിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ 4 മണിക്കൂറിന് മേലെ കളിക്കാനും പറ്റത്തില്ല. 18 ഏജിന് മേലുള്ളവർക്കും കളിക്കുകയും ചെയ്യുക. 4 മണിക്കൂറിന് മേലെ കളിക്കാനും പറ്റത്തില്ല. ടൈമും കാര്യങ്ങളും എല്ലാതും അതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് മേലെ കളിക്കാൻ പറ്റത്തില്ല. ഒരു ഡേ 4 മണിക്കൂർ കളിക്കാൻ പറ്റത്തുള്ളൂ. അതിന് മേലേക്ക് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് ഇവൻ്റ് ഏതാണെന്ന് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് എക്ലിപ്സ് വണ്ടിയിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഫൈനൽ ഷോട്ട് വരുന്നുണ്ട്. ഫൈനൽ ഷോട്ടിൽ നമുക്ക് ഫെഡ് വീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ മെയ് 13 ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ അതിൽ കൊടുക്കുന്നത് ഫിസ്റ്റിൻ്റെ സ്കിന്നാണ് നമുക്ക് കിട്ടാൻ പോണത്. അപ്പോൾ മഞ്ഞ നീലും ഫിസ്റ്റാണ് കിട്ടാൻ പോണത്. ഒരു കയ്യിൽ മഞ്ഞാണെങ്കിൽ ഒരു കയ്യിൽ നീല ഫിസ്റ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫെഡ് വീൽ തന്നെയാണ് ഗൈസ്. അപ്പോൾ വലിയ വർത്തില്ല ഗൈസ്. കുറേ ചവർ ഈവൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. വലിയ ഇതില്ല ഗൈസ്, വലിയ ഒരു ഫിസ്റ്റായിട്ട് ഇല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ എടുക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഇവൻ്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഫ്രീ ഫയറിലേക്ക് വരാൻ പോണതാണ് കുതിരയാണ് വരാൻ പോണത്. മെയ് 8 നമ്മുടെ കുതിര ഫ്രീ ഫയറിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് പുതിയൊരു ബണ്ടിൽ വരുന്നുണ്ട്. ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു ബണ്ടിൽ വരുന്നുണ്ട്. ജൂണിലായിരിക്കും ഈ ബണ്ടിൽ വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ മെയ് ലാസ്റ്റൊക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫാക്ടറിയിൽ പുതിയൊരു ഗ്രൗണ്ട് വരുന്നുണ്ട്. വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ടൊരു കിടിലൻ ഗ്രൗണ്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പഴയ ഫാക്ടറി എന്തായാലും ഇവിടുന്ന് പോകത്തില്ല ഗൈസ്. അപ്പോൾ വേൾഡ് കപ്പ് കഴിയണവരെ നമ്മുടെ ഫാക്ടറി ഇങ്ങനെ ആയിരിക്കും ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഫാക്ടറി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇവൻ്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരാൻ പോണതാണ് 9th ആനിവേഴ്സറി ഗൈസ്. 9th ആനിവേഴ്സറി ജൂണിലായിരിക്കും വരിക ഗൈസ്. ജൂൺ 24, 25 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ 9th ആനിവേഴ്സറി OB54ഉം 9th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ കുറേ ഇവൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ എന്തായാലും മാജിക് ക്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. മാജിക് ക്യൂബ് ഉണ്ടാവും. പിന്നെ മാജിക് ക്യൂബിൽ പുതിയ ചിലപ്പോൾ ബണ്ടിലോൾസ് വരാനുള്ള ചാൻസ് ഉണ്ടാവും ഗൈസ്. കുറച്ച് നല്ല ബണ്ടിൽസുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ അതുവരേക്കും ബൈ.